നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും CH3 CH2 CH2 CH3. അപ്പൊ ഇതിൽ നിങ്ങളുടെ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക. ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 ആൻഡ് 5. ഇങ്ങോട്ടാണ് നമ്പർ കൊടുക്കുന്നതിൽ ഓൺലി 4 കാർബൺസേ ലോങ്സ്റ്റ് ചെയിനിൽ വരുന്നുള്ളൂ. അപ്പൊ ബെറ്റർ വേ എന്ന് പറയുന്നത് ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ. ആൻഡ് 2 ബ്രാഞ്ച് വരുന്നുണ്ട്. സെയിം മൂന്നാമത്തെ കാർബണിൽ തന്നെ 1 ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ്. മീഥൈൽ ഇപ്പൊ 2 വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പേര് വരിക 3,3 ഡൈമീഥൈൽ. 5 ഗ്രൂപ്പ് വരുന്നുണ്ട് പെന്റേൻ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇനി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിന്റെ നെയിമിംഗ് ആണ് വരുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഇവിടെ ഗ്രൂപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്ത അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ലീസ്റ്റ് നമ്പർ കിട്ടുന്ന നമ്പർ ഇട്ട പോലെ ഡബിൾ ബോണ്ട് വരുന്ന കാർബണിന് ലീസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 രീതിയിൽ നമ്പർ ഇട്ട് കൊടുത്തേക്കുന്ന കാണാൻ പറ്റും. റൈറ്റ് ടു ലെഫ്റ്റും ലെഫ്റ്റ് ടു റൈറ്റും. സോ 1 2 3 ആൻഡ് 4 ഇങ്ങനെ വരികയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ വരിക. റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ 1 2 3 ആൻഡ് 4 തേർഡ് കാർബണിനാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ അറ്റാച്ച് ചെയ്ത് വരുന്നത്. അപ്പോ കറക്റ്റ് വേ എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ പേര് വരിക, നെയിമിംഗ് വരിക. കറക്റ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് തന്നെയാണ്, അത് ടിക്ക് ചെയ്യുക. എത്ര ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്നത് 4 ആണ്. അതിന്റെ വേർഡ് റൂട്ട് വരുന്നത് ബ്യൂട്ടീൻ ആണ്. ഒന്നാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. ഡബിൾ ബോണ്ട് നമ്മുടെ സഫിക്സ് വരുന്ന ENE ആണ്. അപ്പൊ അതിന്റെ പേര് എങ്ങനെ വരും? ബ്യൂട്ട് 1 ഈൻ. ഓക്കെ. ആൻഡ് സെക്കൻഡ് കാർബൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സെക്കൻഡ് പൊസിഷനിലാണ്. നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ഈ വേയിൽ ഇടുമ്പോഴത്തേക്കാണ് രണ്ടാമത്തെ പൊസിഷനിൽ കാർബൺ വരും. അപ്പോൾ റൈറ്റ് വേ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 4 തന്നെയാണ്. വേർഡ് റൂട്ട് വരുന്നത് ബ്യൂട്ട് ആണ്. കറക്റ്റ് നമ്പറിംഗ് ഡബിൾ ബോണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് സഫിക്സ് വരിക ENE. അപ്പൊ അതിന്റെ പേര് എങ്ങനെ വരും? ബ്യൂട്ട് ഹൈഫൺ 2 ഹൈഫൺ ENE. ഇങ്ങനെയാണ് ഇതിന്റെ പേര് കൊടുക്കേണ്ട രീതി. ഓക്കെ. എന്റെ മോളിക്കുലർ ഫോമുല എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എണ്ണം നോക്കുമ്പോൾ കാണാൻ പറ്റും 4. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എങ്ങനെ വരും? 3 4 5 6 7 8 H8 C4H8. ഈ രീതിക്കാണ് നമ്മൾ ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതുക. ഓക്കെ. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട്, അടുത്തൊരു കോമ്പൗണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിന്റെ പേര് കറക്റ്റ് ആയിട്ട് കൊടുക്കാം. നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് നമ്പറിംഗ് കൊടുത്തു നോക്കാം. 1 2 3 4 ആൻഡ് 5. റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ 1 2 3 4 ആൻഡ് 5. ബെസ്റ്റ് വേ ഇതാണ് കേട്ടോ. റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. സെക്കൻഡ് പൊസിഷനിൽ കാർബൺ വരും. 5 കാർബൺ ആറ്റംസ് ടോട്ടൽ വരികയാണെങ്കിൽ നമ്മുടെ പേര് വരിക പെന്റ് ടു ഇ. അടുത്തൊരു ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കോമ്പൗണ്ട്സ് എഴുതാം. ഇവിടുത്തെ മോളിക്കുലർ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും? ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇവിടെ 1 2 3 ആൻഡ് 4. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് വരുന്നത് 3 5 6. ഓക്കെ. ഇനി ഇത് ഏത് കാറ്റഗറിയാണ് വരുന്നത്? തേർഡ് അല്ലെ? അപ്പൊ ഇതിന്റെ പേര് കൊടുക്കുന്നത് നോക്കാം. വേർഡിൽ ടോട്ടൽ വരുന്ന കാർബൺ ആറ്റംസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസിന്റെ ചെയ്യുന്നത് 4. അപ്പൊ അതിന്റെ വേർഡ് റൂട്ട് വരെ ബ്യൂട്ട്. ഡബിൾ ബോണ്ടിന്റെ കറക്റ്റ് പൊസിഷൻ വരുന്നത് ഇതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക 1. സഫിക്സില് ട്രിപ്പിൾ ബോണ്ട് വരുമ്പോ നമ്മുടെ പേര് എൻഡ് വിത്ത് YNE. അപ്പൊ ഇതെങ്ങനെ വരും? YNE. ആൻഡ് പേര് വരിക ബ്യൂട്ട് 1 I. ഓക്കെ. ബ്യൂട്ട് 1 I. ആൻഡ് മോളിക്കുലർ ഫോമുല നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയതാണ്. ഇനി നമുക്ക് ഇതിന്റെ ബ്യൂട്ട് 2 I നമ്മൾ ഈ ഫോമുല വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ടഡ് കാർബൺ കൊടുത്ത് വരച്ചാൽ മതിയാവും. അതായത് സി സെക്കൻഡ് പൊസിഷൻ, സെക്കൻഡ് കാർബണിന്റെ ഡബിൾ ബോണ്ട് CH3. സോറി, ഡബിൾ ബോണ്ട് അല്ലാട്ടോ. ഇവിടെ നമുക്ക് വേണ്ടത് ട്രിപ്പിൾ ബോണ്ട് ആണ്. അങ്ങനെ വരാണ് 4 കാർബൺ ആറ്റംസ് കൊടുക്കുക.
ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുക.